നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട മൂന്നിയൂർ സ്വദേശിയുടെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചതിനെതിരെ ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ് തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. NFPR സിന്ദാബാദ്. അധികാരികൾ കണ്ണു തുറക്കുക, അധികാരികൾ കണ്ണു തുറക്കുക. മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കുക. NFPR സിന്ദാബാദ്. NFPR സിന്ദാബാദ്. ആരോഗ്യ വകുപ്പ് കണ്ണു തുറക്കുക. ആരോഗ്യ വകുപ്പ് കണ്ണു തുറക്കുക. അബൂബക്കർ മുസ്ലിയാരോട് കാണിച്ച അനാദരവ് ഒരിക്കലും അംഗീകരിക്കില്ല. NFPR സിന്ദാബാദ്. NFPR സിന്ദാബാദ്. മനുഷ്യത്വം മരവിച്ച ജീവനക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക. ആരോഗ്യ വകുപ്പ് കണ്ണു തുറക്കുക. ആരോഗ്യ വകുപ്പ് കണ്ണു തുറക്കുക. NFPR സിന്ദാബാദ്. 2 ദിവസം മുമ്പ് മരണപ്പെട്ട മൂന്നിയൂർ കുണ്ടംകടവ് പാലത്തിങ്ങൽ അബൂബക്കർ മൗലവി എന്ന കുഞ്ഞാപ്പയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് വൈകിപ്പിച്ചും സംശയാസ്പദമായ രീതിയിൽ നേരം വൈകിപ്പിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാനുണ്ടായ താമസവുമാണ് പ്രതിഷേധത്തിന് ബന്ധുക്കളെയും മറ്റും പ്രേരിപ്പിച്ചത്. ഇതിനു മുമ്പും സമാനമായ നിരവധി സംഭവങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത NFPR സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ പറഞ്ഞു. അബൂബക്കർ മുസ്ലിയാർ ഷുഗർ കൂടിയിട്ട് വിരൽ മുറിച്ചു മാറ്റുന്നതിനായി ഇവിടെ സമീപിക്കുകയും ഇവിടെ നിന്ന് ചികിത്സ നേടി വിരൽ മുറിച്ചു മാറ്റിയ ഒരു വ്യക്തിയാണ്. അതിനുശേഷം പാതിരായോടെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിന് ഷുഗർ കൂടുകയും ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പാതിരാക്ക് 3 മണിയോടെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയം ബന്ധുക്കൾ പറയുന്നു, ബന്ധുക്കളെല്ലാം ഇവിടെയുണ്ട്. ഞങ്ങൾ ചുമ്മാ പറയുകയല്ല, വെറുതെ പറയുകയല്ല, ബന്ധുക്കളെല്ലാം ഇവിടെ ഹാജരാണ്. ഈ അബൂബക്കർ മുസ്ലിയാരെ കൊണ്ടുവരുമ്പോൾ അബൂബക്കർ മുസ്ലിയാർക്ക് ജീവനുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയതിനു ശേഷം ശരിക്കു പറഞ്ഞാൽ നിയമപരമായിട്ട് രാത്രി ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ റെസ്റ്റ് റൂമിൽ പോകാൻ പാടില്ല. ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. ഈ ഡോക്ടർ റെസ്റ്റ് റൂമിലായിരുന്നു. റെസ്റ്റ് റൂമിൽ കിടന്നുറങ്ങിയാണേ. രോഗികളെ ജീവൻ പണയം വെച്ചിട്ട് ഇവിടെ റെസ്റ്റ് റൂമിൽ കിടന്നുറങ്ങുന്ന ഈ വനിതാ ഡോക്ടർ റെസ്റ്റ് റൂമിൽ നിന്ന് വരാൻ വൈകി. മനുഷ്യാവകാശ ധ്വംസനമല്ലേ ഇവിടെ? മനുഷ്യാവകാശ ധ്വംസനമല്ലേ നടത്തിയത്? ഡോക്ടർക്ക് കിടന്നുറങ്ങാൻ എന്താ അവകാശം? നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നൈറ്റ് ഡ്യൂട്ടിയിൽ, അതായത് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ നൽകേണ്ട ആശുപത്രി, ജനങ്ങളുടെ ജീവന് ഊന്നൽ നൽകേണ്ട ആശുപത്രി, അതും പ്രൈവറ്റ് ആശുപത്രി അല്ലട്ടാ, നമ്മുടെ സർക്കാർ ആശുപത്രി. ഇവിടെ ഡോക്ടർക്ക് റെസ്റ്റ് റൂമിൽ ഉറങ്ങാനുള്ള ഒരു അവകാശവും ഇല്ല എന്ന് ഞാൻ ഇന്നലെ മെഡിക്കൽ ഓഫീസറെ ഈ കാര്യത്തിന് വേണ്ടി വിളിച്ചിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ വിളിച്ചപ്പോൾ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു, നൈറ്റ് ഡ്യൂട്ടിയിലുള്ള ഡോക്ടർക്ക് ഉറങ്ങാൻ പറ്റില്ല, അയാള് കാഷ്വാലിറ്റിയിൽ തന്നെ വേണമെന്നാണ് പറഞ്ഞത്. ഈ ഡോക്ടർ വരാൻ വൈകിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡോക്ടർ പരിശോധിക്കുമ്പോഴേക്ക് നമ്മുടെ അബൂബക്കർ മുസ്ലിയാരുടെ ജീവൻ വെടിഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഒന്ന് മനസ്സിലാക്കണം എന്താണ് ഇവിടെ സംഭവിച്ചത്. ഈ ഡോക്ടറുടെ അനാസ്ഥയല്ലേ ഇവിടെ സംഭവിച്ചത്. അതേപോലെ തന്നെ വന്നു കഴിഞ്ഞു, മരണം സ്ഥിരീകരിച്ചപ്പോൾ കൂടെയുള്ള ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ട്. കൂടെയുള്ള ബന്ധുക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു. സ്വാഭാവിക മരണമാണ്. ഇവിടെ ചികിത്സയിലിരുന്ന ആളാണ്, വിരൽ മുറിച്ചു മാറ്റിയതാണ് മുൻപ് എന്ന് പറഞ്ഞിട്ടും അത് ഗൗനിക്കാതെ പോലീസിലേക്ക് സംശയാസ്പദമായ മരണമാണ്
റിപ്പോർട്ട് നൽകിയ ഈ വനിതാ ഡോക്ടർക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഭാഷ വേറെയാണ്. ഞാൻ പറഞ്ഞ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാ. ഇവര് എന്ത് മെഡിക്കൽ എത്തിക്സിന്റെ ഭാഗമായിട്ടാണ് സംശയാസ്പദം എന്ന് കൊടുത്തത്? പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. പോലീസിനെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. സംശയാസ്പദമെന്ന് ഡോക്ടർ വിധി എഴുതി, ഡോക്ടർ ഇന്റിമേഷൻ കൊടുത്ത ഒരു സംഭവത്തിൽ പോലീസിന് ഇൻക്വസ്റ്റ് നടത്തണം, പോലീസിന് പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം, നിർബന്ധമാണ്. ഒരു സംശയവുമില്ല. പോലീസിനെ ഞങ്ങൾ ഇത്തരത്തിൽ കുറ്റം പറയുന്നില്ല. ഞങ്ങൾ ഇന്നലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി അയച്ചിട്ടുണ്ട്. ഇതിനെതിരെ ഇത്തരം ചെയ്തികൾക്കെതിരെ തീർച്ചയായിട്ടും ഉണർന്ന് പ്രവർത്തിക്കും. ഒരു സംശയവുമില്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, മത കാഴ്ചപ്പാടില്ല. ഇത് മനുഷ്യാവകാശ സംഘടന. നിങ്ങളെ വിടൊന്നുമില്ല. നിങ്ങളെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്കൊരു കൂസലുമില്ല. നിങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ വഴിയിൽ വെച്ച് മരിച്ചതാണ്. എന്നൊക്കെ ഓരോരോ ആളുകൾ പറയണം. രാവിലെ ഒരാളിനെ വിളിച്ചിട്ട് പറഞ്ഞു HMCയിലെ ഒരു മെമ്പർ വിളിച്ചിരുന്നു, അത് വഴിയിൽ വെച്ച് മരിച്ചതാണ്. എങ്ങനെ വഴിയിൽ വെച്ച് മരിച്ചു? ബന്ധുക്കൾ പറയുന്നു ഇവിടെ വെച്ച് മരിച്ചതാണെന്ന്. സ്വാഭാവികമായിട്ട് ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗവൺമെന്റ് ഹോസ്പിറ്റലായിട്ട് പോലും ഒരു മനുഷ്യത്വം കാണിക്കാത്ത ഈ ലേഡി ഡോക്ടർ. ഇവിടുത്തെ ഡോക്ടർമാരുടെ അനാസ്ഥ ഒരുപാടുണ്ടാകുന്നു. ഞാൻ വിവരിക്കുന്നില്ല, സമയപരിധി കാരണം വിവരിക്കുന്നില്ല സുഹൃത്തുക്കളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ചെയ്തികൾ തീർത്തും തെറ്റായ പ്രവണതയാണ്. ഈ പ്രവണതക്കെതിരെ നമ്മൾ നഖശിഖാന്തം എതിർക്കും. NFPR താലൂക്ക് പ്രസിഡന്റ് MC അറഫാത്ത് പാർപ്പുറം ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. മൂന്നിയൂർ ബ്ലോക്ക് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്റ്റാർ മുഹമ്മദ്, മൂന്നിയൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ NM റഫീഖ്, താലൂക്ക് സഭാ അംഗം PP റഷീദ്, മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി റഫീഖ് സക്കാഫി, മരിച്ച അബൂബക്കർ മുസ്ലിയാരുടെ സഹോദരൻ അബ്ദുറഹ്മാൻ, പൊതുപ്രവർത്തകനായ അഷ്റഫ് കളത്തിങ്ങൽപ്പാറ, NFPR ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ ഹാജി പുത്തൻതെരു, താലൂക്ക് സെക്രട്ടറി ബിന്ദു അച്ചമ്പാട്ട, സുലൈഖ സലാം എന്നിവർ സംസാരിച്ചു. ഒരു മരണത്തിൻ്റെ വിധി നിർണ്ണയിക്കാൻ പോലും കഴിയാത്ത വിധം ഈ പോരായ്മ നമുക്ക് പരിഹരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ അന്ന് തന്നെ ഇതിൻ്റെ പ്രശ്നം പത്രമാധ്യമങ്ങളൊക്കെ ഞങ്ങൾക്ക് മുമ്പിൽ വന്നു അവരെ ഏറ്റെടുത്തു. വളരെ സന്തോഷമുണ്ട്. ഇന്ന് മനുഷ്യാവകാശ കൂട്ടായ്മ ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾ വിളിച്ചപ്പം ഇന്ന് ഇവിടെ താലൂക്ക് സഭയുണ്ടായിരുന്നു, അതിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് ചർച്ച ചെയ്ത് ഞങ്ങൾ ഇതിനെ ഇവിടെ എത്തിക്കാൻ ഇനി ഒരാൾക്കും ഈ അനുഭവം ഉണ്ടാവാത്ത വിധം എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടാവും എന്നറിയിച്ച് ഇത് ഏറ്റെടുത്ത നിങ്ങൾക്ക് നന്ദി അറിയിച്ച് ഈ മെമ്പർമാരെന്നുള്ളവർക്ക് ഇതിൻ്റെ ഏതറ്റം വരെ പോകുന്നതിലും ഞങ്ങൾ ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് നേരത്തെ ഞങ്ങളെല്ലാം 3 മണിക്ക് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞാനും സ്റ്റാർ അടക്കമുള്ള നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട എല്ലാവരും അസോട്ട് കളിച്ചപ്പാറ അടക്കമുള്ള എല്ലാവരും 3:30 മണി 4 മണിക്ക് മുമ്പായിട്ട് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം വളരെയധികം ഒരുപാട് തവണ ആവശ്യപ്പെട്ടു ഞങ്ങളുടെ എത്തിച്ചുള്ളൂ. ഞങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളാം. അവരുടെ ജ്യേഷ്ഠങ്ങൾ അനിയനൊക്കെ ഇവിടെ ഉണ്ട്, അവരുടെ ഭാര്യയുണ്ട്. എല്ലാവരും പറഞ്ഞത് ഒന്നും കേൾക്കാതെ ആശുപത്രിയുടെ ഭാഗത്ത് ഇത്ര നീചമായ ഒരു പ്രവൃത്തി നടന്നതിൽ വളരെയധികം പ്രതിഷേധമുണ്ട്. ഏതായാലും ഈ പ്രതിഷേധ കൂട്ടായ്മയുമായിട്ട് മുന്നോട്ട് പോകണം. നാളെ ഈ ഹോസ്പിറ്റൽ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലാണ്. സാധാരണക്കാരായ ആളുകൾ ഒരുപാട് വന്നു പോകുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിൽ ഇനി ഇത്തരം ഒരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഈ സമരത്തോടുകൂടി ഉണ്ടാവണം. അതിനുവേണ്ടി ഈ സമരത്തിന് എല്ലാ വേണ്ട പിന്തുണയും ഈ സമരം ഇവിടെ സംഘടിപ്പിച്ച NFPRന് എല്ലാവരും നന്ദിയും അറിയിച്ചുകൊണ്ട് തിരുവരങ്ങാടി താലൂക്ക് ആശുപത്രി കഴിഞ്ഞ 2-ാം തീയതി പുലർച്ചെ ഉണ്ടായ സംഭവം മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ്. 3:30 മണിക്ക് ആശുപത്രിയിലെത്തിയ ഒരു രോഗി കൊളസ്ട്രോളിനും ഷുഗറിനും ശ്വാസതടസ്സത്തിനൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന നിത്യരോഗിയായ ഒരാൾ ആശുപത്രിയിൽ എത്തപ്പെടുകയും ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തിട്ട് ഡോക്ടർ 5 മിനിറ്റ് വൈകി ഡോക്ടറുടെ അഭാവം, ഡോക്ടറുടെ അലംഭാവം, ആ ഒരു കാരണത്താൽ മരണം സ്ഥിരീകരിക്കാൻ അവർക്ക് വൈകിപ്പോയി എന്നതിൻ്റെ കാരണത്താൽ ഒരു മനുഷ്യജീവൻ അപകടപ്പെട്ടിട്ട് ആ മനുഷ്യജീവൻ ആ മൃതദേഹവുമായിട്ട് ആ ശവശരീരവുമായിട്ട് ആ മയ്യത്തുമായിട്ട് പന്താടുകയായിരുന്നു തിരുവരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ അധികൃതർ. രാവിലെ മരണപ്പെട്ട ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർ സംശയാസ്പദമായ മരണമെന്ന് പോലീസിന് റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ചെയ്യേണ്ട നിയമപരമായ വഴികൾ പോലീസ് ചെയ്തു. എന്നിട്ടും പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഇവിടെയുള്ള മറ്റൊരു ഡോക്ടർ, പോസ്റ്റ്മോർട്ടം ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ സംശയാസ്പദം എന്ന് എഴുതിയത് കൊണ്ട്
എനിക്ക് ഇവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധ്യമല്ല എന്നാണ്. നിങ്ങൾ മഞ്ചേരിയിലേക്ക് കൊണ്ടുപോകണം, ഫോറൻസിക്കിനെ വിടണം, ഫോറൻസിക് സർജനാണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ ഇപ്പോൾ ഫോറൻസിക് സർജൻ ഇവിടെ നിയമിക്കാൻ കഴിയില്ലല്ലോ, മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് തിരൂരങ്ങാടിയിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ ഈ സംശയാസ്പദമായ മരണമാണ്, ഇതിവിടെ വെച്ച് ചെയ്യാൻ കഴിയില്ല എന്ന് ഈ സമയം വരെ നിങ്ങൾ പറയണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൈമലർത്തി, അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ഇദ്ദേഹം സ്ഥിരമായി മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്, കലശലായ ഷുഗർ രോഗമുള്ള ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ മുഖത്ത് നോക്കി, ഞാനും അതുപോലെ തന്നെ നമ്മൾ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളോട്, പോലീസ് ഇൻസ്പെക്ടർ അടക്കമുള്ള ആളോട് ചോദിച്ചത് ഷുഗർ ഉണ്ടായ ആൾ മരിക്കുക എന്നാണ്. ഞാനപ്പോൾ അദ്ദേഹത്തിന് മറുപടി കൊടുത്തില്ല, കാരണം ഞാൻ മെഡിക്കൽ വിദ്യാഭ്യാസം നേടിയ ആളല്ല. പിന്നീട് ഞാൻ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു. അപ്പോൾ മനസ്സിലായി ഷുഗർ കൂടുതലായ ആളുകൾക്ക് സൈലന്റ് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്, കൂടുതൽ നടക്കുന്ന കാര്യമാണ് എന്ന്. പക്ഷേ ആ ഡോക്ടറെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല പറയാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ ആശുപത്രി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏകദേശം 2000-ഓളം ആളുകൾ ദിവസവും കയറിയിറങ്ങി ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയെ തകർക്കാനുള്ള ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള നിഗൂഢമായ നീക്കമാണ് ഇവിടെ ഇപ്പോൾ നടന്നിട്ടുള്ളത്. ധർണയ്ക്ക് ശേഷം സൂപ്രണ്ടുമായി സംസാരിച്ച് പരാതി നൽകുകയും പോലീസിന്റെ ഭാഗത്തു നിന്നാണ് അനാസ്ഥ ഉണ്ടായിട്ടുള്ളതെന്ന് സൂപ്രണ്ട് ആരോപിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.